ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എത്തിയിരിക്കുന്ന പച്ചമാങ്ങായും കൊണ്ടാട്ടോ. ഇന്നത്തെ നമ്മുടെ താരം പച്ചമാങ്ങയാണ്. കിച്ചടി എന്നൊക്കെ പറയാം. തേങ്ങാപ്പാലും പച്ചമാങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. നല്ല രുചിയാട്ടോ. നല്ല പുളിയുള്ള പച്ചമാങ്ങ തന്നെ എടുക്കണം. പഴുത്തത് കൊള്ളില്ല കേട്ടോ. അല്ലെ ഇനിയിപ്പം ഇളം പഴുപ്പാണെങ്കിലും കുഴപ്പമില്ല, നല്ലപോലെ പഴുത്തത് എടുക്കരുത്. നല്ല പച്ച പുളിയുള്ള മാങ്ങ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇനി ആയുധം വെച്ചിട്ടുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പോൾ തൊലി നല്ലപോലെ പീൽ ചെയ്ത് ഇതുപോലെ കളയുക. പിന്നെ നെക്സ്റ്റ് ആയുധം ഇതാണ്, ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത്. നമ്മൾ കത്തി കൊണ്ടൊക്കെ കൊത്തി അരിയുന്നതിനേക്കാൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇനി എരിവുള്ള കാന്താരി മുളകോ പച്ചമുളകോ ചേർക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരി പറിക്കാൻ പോവാം. പക്ഷേ അപ്പം മൂക്കുന്നത് ഞാൻ പറിച്ചെടുക്കുന്നതുകൊണ്ട് കാന്താരി തപ്പി എടുക്കേണ്ട അവസ്ഥയാണ്. മൂത്ത അപ്പം തന്നെ ഞാൻ ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം വിട്ട് കൊടുക്കാതെ പറിച്ചെടുക്കും, അല്ലെ പക്ഷികൾ പറിച്ചുകൊണ്ട് പോകാൻ നീ. പിന്നെ ഇതാ കുഞ്ഞുള്ളി ഇങ്ങനെ കുത്തി അരിഞ്ഞ് കുഞ്ഞുള്ളി ഇടുക. സബോള ചേർക്കല്ലേ, കുഞ്ഞുള്ളി തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ പച്ചമുളകോ ഓർ കാന്താരി നല്ല എരിവുള്ളത് അതും പൊടിയായിട്ട് അരിഞ്ഞ് കുഞ്ഞുള്ളി, പിന്നെ കറിവേപ്പില ഇതുപോലെ കുറച്ചെണ്ണം എടുത്ത് പൊടിയായിട്ട് അരിയുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ ഇതാ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്ക് ആട്ടോ. ഞാൻ ടിൻ മിൽക്കാണ് എടുത്തേക്കുന്നത്. തേങ്ങ ചിരകി നല്ല നാടൻ തേങ്ങയൊക്കെയാണ്. അതിൻ്റെ വെള്ളം ചേർക്കാത്ത ഒന്നാം പാലില്ലേ, അത് വേണേലും എടുക്കുക. അതെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇത് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റാണ്. നമുക്ക് മനസ്സിലാവുമല്ലോ രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞാൻ ഇതാ എടുക്കുന്നത്. ഏത് കമ്പനിയാണ് ടിൻ മിൽക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ തേങ്ങ ഉണ്ടായിരുന്നു, നല്ലൊരു നാടൻ തേങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ചെറിയ പണി എനിക്ക് കിട്ടിയിരിക്കും. ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണിക്കാം കേട്ടോ തേങ്ങയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ ഇത് തൽക്കാലം നമുക്ക് ഒഴിക്കാം. പക്ഷെ ഇത് ഒഴിച്ചുണ്ടാക്കിയാലും കുഴപ്പമില്ല, ഞാൻ ഇതിന് മുന്നേ ഒഴിച്ചുണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ടിന്നൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ കേട്ടോ ഭയങ്കര എളുപ്പം. ഒരു സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊക്കിയാൽ മതി. ഇത് കുറച്ച് വയ്യ കണ്ടുപിടിച്ചത്. ഇപ്പം ഇങ്ങനെയല്ല ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മാങ്ങയും തേങ്ങാപ്പാലും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതിയേ, അല്ലെങ്കിൽ അങ്ങ് ഇതായിപ്പോവേ. അതുകൊണ്ട് പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, ഇതിനൊരു വറവിടാൻ വേണ്ടിയാണ്. എന്നിട്ട് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളക് അതും നല്ലപോലെ ഒന്ന് കീറി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പോഴത്തേക്കും ഇതാ ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞ പരിപാടി. നല്ല ടേസ്റ്റാണ്. ഇനി നല്ലപോലെ വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്താൽ ചുമ്മാ കോരി കഴിക്കണമെങ്കിൽ അങ്ങനെ, അല്ലെ ചോറിൻ്റെ കൂടെ. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് ടേസ്റ്റ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പിന്നെയും കഴിക്കാൻ തോന്നും. അപ്പം വായിലിട്ടിട്ട് പിന്നെ ആ സ്പൂൺ ഇടണ്ടേ, അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാക്കിയത്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഒന്നും പറയാനില്ല. ഇതാ ഞാൻ പറഞ്ഞു പിന്നെയും കഴിച്ചോണ്ടിരിക്കാൻ തോന്നും. അതിനുശേഷം മാങ്ങയും അതിൻ്റെ പുളിയും ആ ഉള്ളി കടിക്കാൻ കിട്ടുന്നതോ പിന്നെ ആ തേങ്ങാപ്പാലിൻ്റെ രുചി എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഒന്നാ പറ്റാ. ബൈ, സീ യു.